കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. ആരക്കുന്നത്ത് സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച മുളന്തുരുത്തി സ്വദേശി ജോർജിനും ജീവൻ നഷ്ടമായി. ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും പ്രതികരിച്ചു. രൂക്ഷമായ ഗതാഗത കുരുക്ക്, അതിന് മറികടക്കാനുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. കൊച്ചിയിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞു. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. ജോലിയുടെ ഭാഗമായി ബൈക്കിൽ പോകുമ്പോൾ സൗത്ത് കളമശ്ശേരിയിൽ വെച്ചായിരുന്നു അപകടം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടം തുടർക്കഥയാണെന്നും പരിശോധന ശക്തമാക്കണമെന്നും നാട്ടുകാർ. ബസ്സുകളുടെ സമയക്രമം നിശ്ചയിക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത് രണ്ട് ബസ്സുകാർ തമ്മിൽ 10 മുതൽ മത്സര ഓട്ടം ഒന്നാണെന്നാണ് പുറകെ വരുന്ന ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത്. പഞ്ചായത്തിൻ്റെ അവിടെ ഒരു ബസ്സിൽ ആളിറങ്ങാനുണ്ടായതുകൊണ്ട് ആ ബസ് സ്ലോവായി. ഈ ഫ്രണ്ടിൽ പോയ ബസ്സാണ് അപകടം ഉണ്ടാക്കിയത്. ബസ് അമിത വേഗത്തിലാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ആഗസ്റ്റ് 23 മുതൽ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറും പറഞ്ഞു. അദ്ദേഹം എക്സാക്ട്ലി ഡ്രൈവറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിലാണ്, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയറിൻ്റെ പുറകിൽ അവിടെയാണ് പെട്ടുപോയത്. ഓവർ സ്പീഡ് ആണോ അല്ലയോ നമ്മൾ ഓൺലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ മനസ്സിലാവും. ഇവരുടെ പെരുമാറ്റം ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇടയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു. അത് ഈ ഓഗസ്റ്റ് 23 തൊട്ട് ആ ഒരു റൂൾ തുടങ്ങാൻ പോവുകയാണ്. ആരക്കുന്നത്ത് സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനും ജീവൻ നഷ്ടമായി. മുളന്തുരുത്തി കാരിക്കോട് സ്വദേശി ജോർജാണ് മരിച്ചത്. കൊച്ചി കുണ്ടന്നൂരിൽ പിക്കപ്പ് വാനിന് പിന്നിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ പാലാരിവട്ടം സ്വദേശി സിദ്ധാർത്ഥും ചികിത്സയിലിരിക്കെ മരിച്ചു. ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. മീഡിയ 1 കൊച്ചി.